മോനെ നിനക്ക് എന്താവാൻ ആഗ്രഹം? സാറേ എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. വെരി ഗുഡ്, ഇരിക്കെ. നിനക്കോ? വെരി ഗുഡ്, ഇരിക്കെ. മോനെ നിനക്കോ? അഖിലേ നിനക്കോ? സാറേ എനിക്ക് ഈ ക്രിസ്മസ് അപ്പൂപ്പനായാലോ? നീയല്ലേ പറഞ്ഞേ നിനക്ക് ഞാനാവണമെന്ന്? എന്തോ സൂക്ഷിച്ചു നോക്കുന്നേ? ശാന്താക്ലോസ്? എടാ ശാന്താക്ലോസ് അല്ലടാ, സാന്റാക്ലോസ്. ഓ, ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടാ നിനക്ക് മനസ്സിലാവാതെ. ശരിക്കും സാന്റാക്ലോസ് ആണോ? ചുമ്മാ ആണക്കളിയൊക്കെ അതെങ്ങനെ നാട്ടിൽ കുറെ പിള്ളേരിറങ്ങും, നമ്മളിപ്പോ കണ്ടാലും വിശ്വസിക്കത്തില്ല. വേണ്ട, ഞാൻ വിശ്വസിച്ചേട്ടാ. നിനക്ക് പറയുമ്പോ ഉണ്ടല്ലോ ചെറിയ വിഷമമുണ്ട് കേട്ടോ. അല്ല അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഞാനാവണമെന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ ഈ പ്രവൃത്തിയൊക്കെ കണ്ടിട്ടാണോ? അല്ല, ഇതാവുമ്പോൾ നമുക്ക് പണിക്കൊന്നും പോകാതെ ഇങ്ങനെ റെയിൻഡിയറിന്റെ മണ്ടയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ പിള്ളേർക്ക് എറിഞ്ഞു കൊടുത്ത് പോയാൽ പോരാ. അടിപൊളി ലൈഫല്ല. അപ്പൊ അതാ ഞാൻ വിചാരിച്ചിങ്ങനെ. നീ എൻ്റെ ഒരു വശം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, മറുവശം കണ്ടിട്ടില്ലല്ലോ. മറുവശോ? ദോശ പോലെ തിരിച്ചിരുന്ന സാധനം കണ്ടിട്ടില്ലല്ലോ. എടാ എന്തോരം മെയിലാ വന്ന് കിടക്കുന്നതെന്നറിയാമോ? ഭൂമിയിലെ ഏതെങ്കിലും ഒരു പിള്ളേർ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പോഴ ഓൺ ദ സ്പോട്ടിൽ അത് മെയിൽ വരും. അതിനൊക്കെ അറിയാവോ? പുരുഷോത്തമന്റെ കൊച്ചുമോക്ക് പച്ച കളർ പാവ കിടക്കുന്നുണ്ടോ? പാലുണ്ണിയുടെ മോന് വെള്ള കളർ പാവ. ഇത് കണ്ടോ തത്തപ്പച്ച? ഈ കളറൊക്കെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാ ഉണ്ടാക്കുന്നതാണ്. തത്തപ്പച്ച മിക്കി മൗസ് അടിച്ചിട്ടേക്കുന്ന കണ്ടോ? പിന്നെ ദാമോദരന്റെ വലിയ കൊച്ചിന് അത് വേറെ കൊടുത്തിട്ടുണ്ട്, മുഴുത്ത പാവ. ആ മുഴുത്ത പാവ. അല്ല, 3-4 കുട്ടിച്ചാത്തന്മാരുണ്ടായിരുന്നല്ലോ സഹായിക്കാൻ വേണ്ടി, അവരെന്ത്? അവിടെ കിടന്ന് ഉറങ്ങുന്ന അമ്മാര് ഫുൾ ടൈം ഫോണിലാടാ, എന്തോ ചെയ്യാനാ. അത് മാത്രമല്ലടാ, 2 വർഷമായിട്ട് സാലറിയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പണി എടുപ്പിക്കാനും പറ്റത്തില്ല എനിക്ക്. അല്ല, അപ്പൊ ഈ പാവക്കുട്ടിയൊക്കെ തയ്ക്കുന്നവരാ? നീ കൈയെല്ലാം തൊട്ട് നോക്കിയേ, തഴമ്പാ. ഈ പാവക്കുട്ടിയൊക്കെ തുന്നി തുന്നി തയ്ച്ചു വെച്ചേ എന്റെ കൈ തഴമ്പായി. കണ്ടാ കുട്ടി. അല്ല, മറ്റേ കലമാനൊക്കെ? കലമാൻ അവിടെ ഇവിടെ. ഒരു കാര്യം മറന്നുപോയി, കാടി കൊടുക്കാൻ മറന്നുപോയി. ഞാൻ കാടിയും പിണ്ണാക്കും കൊടുത്തിട്ട് വരാവേ. നീ മെയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും. ഞാനും വരാം, എനിക്ക് കാണണം. കൊടിക്ക് എടീക്ക് ഇങ്ങണിമേനെ കൊടിക്ക് അങ്ങോട്ട് എടാ, അങ്ങോട്ട് ഇട്ട് കൊടുക്കട, ഇറക്കാം അങ്ങോട്ട്. ആ കഴിക്കുക. എടീ വൈകിട്ട് പോകാനുള്ള നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, അങ്ങോട്ട് കഴിക്ക്. ഞാൻ കഴിച്ചില്ലെങ്കിൽ നീ കഴിക്കണം. കഴിക്ക്, അങ്ങനെ പറഞ്ഞു കൊടുക്ക. മാനെ കഴിക്ക്. മാനെ കഴിക്ക്. ഇതിലൊരു കുഞ്ഞുണ്ട് അപ്പുറത്ത് കെട്ടിട്ടേക്കുവാ. പേരെന്തുവാ? പേര് കുങ്ങണു. കഴിക്ക്. ഇതിന് മൈലേജ് ഒക്കെ എങ്ങനെയുണ്ട്? പുല്ല് കൊടുക്കാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കിട്ടും. കാടിയും കാലിത്തെറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കിട്ടും. അത്രയൊക്കെ പവറേ ഉള്ളൂ വണ്ടിക്ക്. ഇതെങ്ങനെ പറക്കുന്നത്? ഓക്കതൊന്നും അറിയത്തില്ല. മാലോകന്മാര് എന്നെ അനുഗ്രഹിച്ചു, അത് കാരണം ഇത് പറക്കും, നല്ല ബുള്ളായിട്ട് പറക്കും. അല്ല, അപ്പൊ ഞാൻ വിചാരിച്ച പോലെ അത്ര സുഖജീവിതം. അയ്യോ, ഇപ്പോഴാ ഓർത്തത്, എന്റെ തുണി കഴുകിയിടാനുണ്ട്. വാ പെട്ടെന്ന് വാ. നീ ഞങ്ങളുടെ തുണി കഴുകിയിട്ടുണ്ടോ? ഇല്ല. എന്തൊരു കട്ടിയാണെന്ന് അറിയാവോ? ഇതൊന്ന് ഉണങ്ങിക്കിട്ടാ എന്താ പാടെന്ന് അറിയാം. അത് ഈ ഡിസംബർ മാസത്തിൽ എന്താ തണുപ്പാന്നറിയാം. ഒപ്പടി പോടേ. എടാ ഒന്ന് കഴുകടാ. എന്തൊരു കട്ടിയത്. കൂത്ത് കഴുക. അയ്യോ, കഴുത്തരാൻ വേറെ ആരും ഇല്ലയോ? 2 കുട്ടിച്ചത്തന്മാർ അവിടെ ഇരിക്കുന്നത് നീ കണ്ടായിരുന്നോ? അമ്മാരെ ഇത് കഴുകി തന്നെ. അമ്മമാർക്ക് സാലറി കൊടുക്കാത്ത അതും ചെയ്യത്തില്ല. ഒന്ന് കഴുക. 2 നിക്കറും കൂടെ ഉണ്ടോ കഴുകാൻ? ഒന്ന് ഉണങ്ങി കിട്ടണേ, രാത്രി പോകാനുള്ള എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എത്ര മണിക്കാ വൈകിട്ട് പോകണ്ടേ? വൈകിട്ടൊരു 6 തൊട്ട് ഡ്യൂട്ടി തുടങ്ങുന്ന. ഇപ്പോഴത്തേനും ഉണങ്ങുമായിരിക്കില്ലയോ? ഈ വെയിലില്ലാത്തോണ്ട് പറയാൻ പറ്റത്തില്ല. ഭയങ്കര തണുപ്പാന്നേ. എന്താ ചെയ്യാനാ? ഒന്ന് പിടിങ്ങ്, ആ സൈഡൊക്കെ ഒന്ന് പിടി. വെള്ളം പോട്ടെ കുറച്ചുകൂടെ. എന്നെ നിക്കർ ഇതുപോലായിരുന്നു, ഉണങ്ങാതെ കുതിർന്നിരുന്നു എല്ലാം കൂടെ. അയ്യോ, ഇപ്പോഴൊരു കാര്യം ഓർത്തേ, മാൻ്റെ അപ്പി വരാൻ മറന്നു പോയി. ഞാൻ പോട്ടെ. അയ്യോ എടാ, നീ വരുന്നില്ലേടാ? ഞാൻ വരുന്നില്ല. എന്നാ അവിടെ ഇരുന്നോ. ഓ, അപ്പൊ ഞാൻ വിചാരിക്കുന്ന പോലെ അത്ര സുഖജീവിതം അല്ല അല്ലേ? കുഴപ്പമില്ല, കൊടുക്കണ്ടായിരുന്നു. അപ്പിക്ക് നല്ല നാറ്റവ. അയ്യോ, ഇത് ഇതുവരെയായിട്ട് ഉണങ്ങിയില്ലോടാ? ഉണങ്ങുന്നില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിട്ടോണ്ട് അങ്ങ് പോവാ. ഇനി അത്യാവശ്യമായിട്ടെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള. ബാ ഉണങ്ങിയതൊക്കെ മാറ്റി ഇറങ്ങ്. ഇത് തന്നെയാണോ വീട്? ലൈവ് ലൊക്കേഷൻ തന്നേക്കുന്ന ഇതാ, കറക്റ്റ് തന്നെ. ബാ, തെറ്റാൻ വഴിയൊന്നും ഇല്ലെന്നേ. ബാ, നമ്മൾ കുറുവ സംഘമാണെന്നാലും വിചാരിക്കും. മിണ്ടാതെ കൂടി വാ. അമ്മാര് കാരണം എനിക്കാ മൊത്തത്തിൽ പണി.
എക്കടാ സാന്താക്ലോസേ. ഒരു പറഞ്ഞിട്ടില്ലായിരുന്നു. അതല്ലേ ഞാനും പറഞ്ഞേ ഉറങ്ങത്തില്ലെന്ന്. മോനെ മിണ്ടല്ലേ, അക്കൊക്കെ പാവ തരാൻ വേണ്ടി വന്നതാ. നോക്ക്. പാവയോ? നോക്കട്ടെ. മോനെ സൗണ്ട് ഉണ്ടാക്കല്ലേ, അച്ഛനമ്മയും വിചാരിക്കും കുറുവാ സംഘമാണെന്ന്. മിണ്ടല്ലേ മിണ്ടല്ലേ. മോനെ ഞാൻ നിന്റെ തന്തയല്ല. നോക്കി പാവ നോക്ക്. നല്ല പാവയാ. തതിയനാ തതിയൻ. നിന്നോട് പത്തപ്പാവാനോ നിന്നെ പറഞ്ഞ. ഇതുവഴിയല്ല, അതുവഴിയാ, അതുവഴി. തോന്നു പോന്ന്. ഇതുപോലത്തെ കുരിപ്പുടി ഇനി വേറെ ഉണ്ടോ? ഇതുപോലുള്ള കുരിപ്പുകളേ ഉള്ളു. അല്ല അതാർക്കാ കസവ്? ഇത് തഞ്ചാവൂരുള്ള ഒരു പാർട്ടിക്ക. അവർക്ക് കസവി തീർത്ത ഒരു പാവ വേണമെന്ന്. എന്തൊക്കെ ഓർഡറുകളാ ചെയ്ത് കൊടുക്കട്ടെ മോനെ. ആമസോണിന് പോലും ഇല്ല ഇതുപോലുള്ള ഓർഡറുകൾ. മോനെ ഇങ്ങോട്ടൊന്ന് വന്നേ, കലമാന്റെ ചായ മോനെ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ പച്ചക്കറി ഒന്ന് അരിഞ്ഞതാടാ മോനെ. എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറാടാ, ഇതൊന്ന് ഒട്ടിക്കാൻ ഒന്ന് സഹായിക്കടാ. എടാ മോനെ, നിനക്കിനി എന്താവണം? നിനക്കിനി എന്താവണമെന്ന്? എന്താവാൻ ആഗ്രഹം? എനിക്ക് ബെല്ലടിച്ച് നീ നാളെ പറഞ്ഞാൽ മതി. ശരി, ഇരിക്കും. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പനായാൽ മതി. ക്രിസ്മസ് അപ്പൂപ്പനായാൽ മതി. അച്ഛാ, എന്താടാ മോനെ? അച്ഛാ, ആരാ അവിടെ മൊത്തം? എന്തുവാ? ആരാന്നാ? മേരി ക്രിസ്മസ്.